അടിപൊളി നല്ല വെയിലാട്ടോ. ഭയങ്കര വെയില്, പക്ഷെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. പോയിട്ട് വന്നവരൊക്കെ പറഞ്ഞ് കാണേണ്ട സംഭവമാണ്. കുറേ ദിവസമായിട്ട് ഭയങ്കര ക്യൂവും തിരക്കും ഇതായിരുന്നു. നമ്മൾ വന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. പിന്നെ നമ്മൾ പിള്ളേരെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. പൊന്നൂസൊക്കെ ഈ ചൂടത്ത് വരുന്ന അവൾക്ക് ഇതിനകമൊക്കെ ഇഷ്ടപ്പെടും, പക്ഷേ ഈ ചൂടും കാലാവസ്ഥ പറ്റുന്നില്ല അവൾക്ക്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പിള്ളേരെയും പറ്റിച്ചിട്ട് എല്ലാവരെയും പറ്റിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇതുകൊണ്ടോ പുറകെ വശം കാണിച്ചു. ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സംവിധാനമാണ് ബീച്ച് വെസ്റ്റിൻ്റെ അത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അത് നമ്മൾ കുറേ വീഡിയോസിനകത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ അണ്ണനൊക്കെ പറഞ്ഞു ഒരു പോയി അടിപൊളിയായിരുന്നു പറഞ്ഞു. അപ്പം അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കയറിയിട്ടില്ല. ഓക്കെ, ടിക്കറ്റ് എടുക്കട്ടെ. നമ്മൾ വന്ന ആദ്യം ഒരു പണി കിട്ടി കേട്ടോ. വണ്ടി താന്നു പോയി. നമുക്കറിയത്തില്ല ഇവിടുത്തെ പൂഴിയുടെ ഇതുകൊണ്ട് ഈ പൂഴിക്കകത്ത് വണ്ടി കൊണ്ട് ചാടിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കടയിലെ ചേട്ടന്മാരെല്ലാം നമുക്കറിയത്തില്ലല്ലോ ഇത് ഇങ്ങനെയൊക്കെ വണ്ടി താന്നു പോകുന്ന അറിയത്തില്ലായിരുന്നു. നമ്മൾ നേരെ ഇറക്കിക്കൊണ്ടു. അവിടെ നിന്ന് അപ്പച്ചൻ കൈയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു കേട്ടോ. പാവം വന്നിട്ട് ആ ചേട്ടൻ തന്നെ നമുക്ക് കയറ്റി തന്നിട്ടോ. നമ്മൾ തന്നെയല്ല എന്നെ എടുക്കാനായിട്ട് വന്ന മൂടും നമ്മുടെ പോയേനെ. ടിക്കറ്റ് എടുത്തിട്ട് അത്യാവശ്യം ആളാവുന്നുണ്ട് കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കാരുണ്ട്. ചേട്ടൻ്റെ ടിക്കറ്റ് എടുത്തു. യെസ്, ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. 120 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ ചാർജ്. നമുക്ക് അവർക്ക് പോയി നോക്കാം. എനിക്ക് കൊണ്ടുവന്ന് നോക്കാം. ഈ സംഭവം ഞാൻ ഷോർട്സിനകത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി. ഏതൊക്കെയാണ് ഇവിടെ വന്നതേ കണ്ടത് അബ്ദുൽ കലാമിനെയാണ്. ഞാനൊരു ഷെയ്ക്കാനൊക്കെ കൊടുത്തിട്ട് വരാം. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിള്ളേരെ കൊണ്ടൊക്കെ വന്നായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ. തിരിച്ചു പോകുമ്പോൾ എന്നാണേലും കൊച്ചിനെ നമുക്ക് ഇത്ര അവസരങ്ങൾ കിട്ടത്തില്ല. ഈ കിടക്കുന്നത് ഞണ്ടാകണ്ടോ, അതിന് ജീവനുണ്ടോ കണ്ടോ. കൊമ്പൊക്കെ എനിക്ക് കൊണ്ട് കിടപ്പുണ്ട്. ഇതെല്ലാം നടക്കില്ല. ഇതൊക്കെ ഈ കടലിലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയാണോ അതിന് പറയുന്നത്? ഓ ശരി ശരി. ഇതന്നെ തന്നെയാണ്.
റോട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് അത് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാടൻ കൊഞ്ചല്ല, കടൽ കൊഞ്ചിന് മറ്റേ കണ്ട ബ്യൂട്ടിഫുൾ കൊഞ്ച്. ചെമ്മീൻ പഞ്ചം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പേരൊന്നും അറിയത്തില്ല. കൊഞ്ചിന്റെ ഒരു ഷേപ്പില്ല, വളരെ കളർഫുൾ ആയിട്ടുള്ള കൊഞ്ച്. കൊഞ്ചാണെന്നുള്ള ഒഴിച്ചതിൻ്റെ കളർഫുൾ മീന് പച്ചയും കളറൊക്കെ ഉള്ളത്. നല്ല തിരക്കാണ്. നമ്മുടെ മനുഷ്യൻ്റെ അത്ര വലിപ്പമുള്ള മീനൊക്കെയാണ്. നല്ല രസമല്ലേ, എല്ലാവരും വന്ന് കാണുമ്പോൾ അടിപൊളി അനുഭവമാണ്. അതിപ്പോഴേക്ക് വരേണ്ടി വന്നുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയൊരു ഇടുക്കിക്കാർക്ക് ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം കേട്ടോ. നമ്മളിങ്ങനെ ഇത്രയും മീനും രണ്ടും കൊഞ്ചൊന്നും കാണാത്തവര്, ഇതൊക്കെ നമുക്ക് കാണും ഭയങ്കര അത്ഭുതം. ഇത്ര സമയം നമ്മൾ ഒരു സൈഡിൽ രണ്ട് സൈഡിലായിരുന്നു മീൻ. ഇപ്പം നമ്മുടെ ചുറ്റും താഴെ നല്ല മീൻ, നല്ല വൈവാണ്. ഞങ്ങൾക്കറിയാവുന്ന മീൻ്റെ പേരാകെ പടമത്തി മാത്രമേ മണ്ടയിലൊക്കെ ഈ മിടുക്കനാണ് ഇതിൻ്റെ അകത്ത് നിന്ന്. ഇവിടെ ഉണ്ടോ, ഇത് സമ്മാന പദ്ധതിയാണ്. സിനിമയിലൊക്കെ അതിന് കിട്ടിയ സമ്മാനമായിരുന്നു. ഞങ്ങളോട് ചോദിച്ചു യൂട്യൂബറാണോ, ഞങ്ങൾ പറഞ്ഞു യൂട്യൂബറല്ല, മനസ്സിലാക്കിയോ. നാടകക്കാരനാണോ? ജയാകുറുപ്പ്. ജയാകുറുപ്പ് അമ്മയുടെ കൂട്ടുകാരിയാണ്. നാടകത്തിലൊക്കെ ഉള്ള ഇപ്പൊ സിനിമയിലൊക്കെ. നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ എന്നാ വിലയാ? 250 അല്ല, മറ്റേ ഇതൊക്കെ രാജാവിനും രാജകുമാരികൾക്ക് മാത്രം ഇടാൻ പറ്റുന്നത്. ലോക്കൽസിന് വെട്ടിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്തിനു വേണ്ട സാധനത്തിൻ്റെ കടയിലെത്തിയപ്പോഴത്തേനും ബൈക്കിൽ ഊക്കാനെ ഏൽപ്പിച്ചു.
ചോദിച്ചാൽ മതി. എന്റെ ഏരിയ കേട്ടോ ഇത്. ഒന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ നിനക്ക്? പോയേക്കാം. നമ്മുടെ അടുത്ത ദിവസം പൊന്നിനെ കൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഒത്തിരി കാണുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്ന് സംശയമാണ്. ഇന്ന് ഇവിടെ തമ്മില് നാളെ പൊന്നുവിന് എന്താണെങ്കിലും വരാൻ പറ്റും. കുഴപ്പമില്ല, അതല്ല. ജീൻസിന്റെ കൂടെ തിരികാണല്ലോ. പാവ് ബജ്ജി. പാനിപ്പൂരി, മസാലപ്പൂരി, ബേൽപൂരി.